പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കട്ടിപ്പാറായിട്ടുള്ളത് കട്ടിപ്പാറ നമ്മൾ എപ്പോഴും തോട്ടിലൊക്കെ പോകണ്ടേ. നിങ്ങൾ കുറേ തോടും കാടും ഒക്കെ ഉണ്ട്. നമ്മൾ കട്ടിപ്പാറായിട്ടുള്ളത് ഇപ്പോൾ മോനൂസ് മുന്നേയൊക്കെ കുളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നതുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ വല്യമ്മൻ്റെ ആടിലായിട്ട് വന്നതാണ്. പാപ്പ എന്തായിരുന്നു ഗണപതി കളിക്കാട്ടോ വെള്ളത്തിൽ. നല്ല സുഖമുണ്ട്. തല നനയ്ക്കേണ്ട കേട്ടോ മോനൂസേ. അവിടെയൊക്കെ നമ്മൾ എത്ര കളിച്ച സ്ഥലങ്ങളാണെന്നറിയോ. അടിപൊളി അടിപൊളി. മുന്നേ മോനൂസ് യൂട്യൂബ് ചാനൽ കണ്ടോ? എങ്ങനെയുണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ? അടിപൊളിയാ. നിങ്ങൾ ലൈക്ക് അടിക്കണ്ടൊക്കെ. ഈ ഡ്രസ്സ് കഴിച്ചിട്ട് ഇറങ്ങി ഞാൻ നനഞ്ഞു. മീനുണ്ടോ? വൈക്കലുണ്ടാവേ തലടിച്ചു പോവേ. ഓല നല്ല കളിയിലാ മക്കള്. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഞങ്ങളും ഞാനും മാമൻ്റെ മോളും അനിയത്തിയും എല്ലാവരും പോയി ഒന്ന് കുളിച്ച്. കുറച്ച് വെള്ളമുണ്ട്, നീന്തി കുളിക്കാനൊക്കെ കുറച്ചതവിടെ. മോനൂസ് മുന്നേ നല്ല കളിയിലാണ്. വെള്ളത്തിന് കയറാൻ പറഞ്ഞിട്ട് കയറണേ അല്ല, എങ്ങനെ കാണുന്നില്ലല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. കുറേ കാലമായി. കട്ടിപ്പാറ എന്ന് വെച്ചാൽ ഉമ്മൻ്റെ വീടാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകലുള്ളൂ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ കുറേ ആയി വന്നിട്ട് 2 കൊല്ലമൊക്കെ ആയി ഉണ്ടാവും. വല്യമ്മച്ചി മരിച്ചന്ന് പോയതാട്ടോ. അപ്പം ഇങ്ങനെ തോട്ടിലേക്കൊന്നും പോകാൻ പറ്റിയില്ല ഇനി. അപ്പം കാല് വീഴുമ്പോൾ ഫുള്ള് ചളി കയറുന്നുണ്ട്. ഇവിടെ ഫുള്ള് ചളിയായി. വയലാരിയാണല്ലോ. ഞാൻ ചവിട്ടുന്നൊക്കെ ചളിയായി. കാലവിടെ കുത്തിപ്പോയി. ചീത്തയേക്ക് ചിലക്ക് പോലത്തെ മനുഷ്യൻ. മക്കൾ കളിക്കുന്നുണ്ട്. അത് കൂട്ടട്ടെ. കളിയില്ല. പക്ഷെ എൻ്റെ ചെരുപ്പുമ്പോൾ പിന്നെ ചളിയായി. പൊന്നെ പോവുക മതി. ഇവിടെ തോട്ടിലോ? എന്നിട്ടാണ് മലവെള്ളം വരും വലിച്ചു പോകാനല്ലേ? വെയിലിറക്കിയപ്പോൾ കുറയും, പിന്നെ ആയുമ്പോൾ പിന്നെയും കൂടും. അങ്ങനെ അഞ്ഞി തോട്ട് കുളിക്കാൻ വരലുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം പറയും. ഇതിൻ്റെ ഒരു ആങ്ങളായിട്ട് വരും. മേമേൻ്റെ മോനെ ഉണ്ട്. വർത്താനം പറയും, അത് സംസാരിക്കേ. എൻ്റെ ഒരു മാമൻ്റെ മോനാട്ടോ അങ്ങനെ പോണേ. പാവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ കസാലയൊക്കെ നമ്മൾ നിർത്തി ഇട്ടിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ തറവാട്. ഞാൻ വീടൊന്നും നല്ലോണം കാണിച്ചില്ല. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അനിയത്തി വന്നിട്ടുണ്ട്, മക്കൾ വന്നിട്ടുണ്ട്, മാമൻ്റെ മക്കൾ, അങ്ങനെ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ അവളെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല, വിഷ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാനിപ്പോൾ വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഷെൻസ മോളെ. അനിയത്തിയും മാമൻ്റെ മോളും വല്യമ്മച്ചിൻ്റെ
വല്യാപ്പച്ചിൻ്റെ പെങ്ങളെ മോളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എല്ലാവരും ദ്വാരിക്കണ സമയം കേട്ടോ. എൻ്റെ വല്യമ്മച്ചിക്ക് സ്വർഗം കൊടുക്കാൻ എല്ലാവരും ദ്വാരിക്കണേ. നല്ലൊരു പാവ മനുഷ്യനായിട്ടോ എൻ്റെ വല്യമ്മച്ചി. എല്ലാവരോടും ഭയങ്കര സ്നേഹവും ആർക്കും എല്ലാവരോടും ഒന്നും കാണിക്കാത്തൊരു മനുഷ്യന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും വല്യമ്മച്ചി തിന്നിട്ട് എല്ലാവരും തിരിച്ചിട്ട് മാത്രമേ വല്യമ്മച്ചി ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. എന്നോടൊക്കെ പ്രത്യേക ഒരു സ്നേഹമായിരുന്നു. നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അവിടെ പോവാറുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ഞാൻ പറ്റും പോലെയൊക്കെ ഞാനും നോക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ പോയി നോക്കലൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയം കേട്ടോ. അതെൻ്റെ ഒരു മാമൻ്റെ മോനാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. അനിയത്തി പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഓളം വേഗം ഭക്ഷണം കഴിക്കുക. മോനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വയലിൽ ചൂണ്ടിടാൻ പോവാണ്. അവന് പോകണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ ഏതായാലും ഞാനും കൂടെ പോവാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയിക്കണേ 5:30 ഒക്കെ ഉണ്ടാവും. അപ്പം ഒന്ന് നമ്മൾ പോയി വരാം കേട്ടോ. ഓക്കെ, അംഗനവാടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇവിടെയാണ് മോനൂസ് മുന്നേയൊക്കെ പഠിച്ച്. അടിപൊളി അംഗനവാടിയാണ്. ഉണ്ടോ അടിപൊളി. കിടന്ന് കുട്ടിയെ കളിക്കുമ്പോൾ ഒന്നും മഴയൊന്നും കൊള്ളൂല. മോനൂസ് ഇതാ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കിട്ടുമോ മീന്? അതോ മണ്ണായ സാരല്ല, അതൊരു ഇതിലാക്കിയാൽ മതി. ചക്ക വെയിലൊക്കെ കുറഞ്ഞു. കിട്ടുമോ? കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇവിടെയൊക്കെ നല്ല വയലാട്ടോ. അന്ന് വന്നപ്പം ഇവിടെ വലിയ ചേരനെ കണ്ടീനി ഞാൻ. പിന്നെ പേടിച്ച് 2 ചേര, ഒന്നൊന്നുമില്ല. പേടിച്ച് മണ്ടിലി ചില മണ്ടിലാണോന്ന് പറഞ്ഞല്ലേ, ഞാൻ ചേരാന്ന് വെച്ചാണോന്ന് അറിയില്ല. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിന് കേട്ടോ, നല്ലോണം വെള്ളം താന്നതാ. അപ്പോൾ വെയിലറച്ചപ്പം അന്ന് നിൽക്കാണ്ട മഴയതപ്പോൾ നല്ല വെള്ളേനു. ഓന് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാ. കണ്ടോ, ചൂണ്ടയുണ്ട്. നഴ്സറിയിലേക്കുള്ള ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് അന്ന് കണ്ടിട്ടുണ്ടാവും. അന്ന് പണിയൊക്കെ നടക്കുന്ന സമയം കുറച്ച് മുമ്പ് ഞാട്ട വീഡിയോയിലുണ്ട്. ഈ ഒരു ഫുട്പാത്ത് അല്ല കേട്ടോ, ഇത് റോഡ് തന്നെ. അതാ നമ്മൾ പോകുന്ന ഫുട്പാത്ത് അവിടെ കാണുന്നത്. അവിടേക്ക് കാണുന്നില്ലേ ഒരു പാത? മോനെ ബസ് കയറ്റാനൊക്കെ പോകുന്ന സ്ഥലമാണത്. അതിലെങ്ങനെ നമ്മൾ പോവുക? അതിലങ്ങനെ ഷോർട്ട് കട്ടാണ്, എളുപ്പമാണ്. അതുകൊണ്ടാണ്. നല്ല ഭംഗിയില്ലേ അവിടെ. വൈകുന്നേരമൊക്കെ വന്നാൽ ആരും ഉണ്ടാവില്ല. നല്ല രസമുള്ള സ്ഥലമാണ്. മഴ ഒന്നും ഇല്ലെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ വെള്ളവും ചെളിയൊക്കെ ആയിരിക്കും. വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പുല്ലിലൊക്കെ ഒന്നും ഇറങ്ങരുത് എന്ന് ഉപ്പച്ചി പറഞ്ഞിക്ക്. മഴ ആയതുകൊണ്ട് മറ്റേ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വീകല്ലേ. കിട്ടുമോ? നമ്മൾ ബക്കറ്റ് നടത്തിയില്ലല്ലോ മീനെ കിട്ടിയാ ഇടാൻ. എനിക്കതിന് ഇടാൻ അറിയാവോ? കട്ടായി പോയോ? ഇവിടെ എന്തോ ഇളകുന്നുണ്ട്. ഇവിടെ മൂലയിൽ. ഞാൻ പിടിക്കണോ? ഒന്നും ആരും ഇല്ല കേട്ടോ. അവിടെയൊക്കെ മീൻ ഇങ്ങനെ വെട്ടുന്നുണ്ട്. ആ പുല്ലിൽ ഇറങ്ങണ്ടെന്ന് അപ്പം പറഞ്ഞാട്ട് ഇറങ്ങണ്ടല്ലേ. സെബിയത്താ തന്നെ മുന്നിലിട്ടാലോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. മീൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. കുറച്ചു നേരം കൂടി അവിടെ നിൽക്കും, എന്നിട്ട് മീൻ കിട്ടരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. നല്ല മീനൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ. അറിയുന്നവർക്ക് വന്ന് പിടിക്കാൻ
മീൻ കിട്ടിയാൽ വെറുതെ ആവും. എന്താ വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഞാൻ കുറേ കിണറ്റിലിട്ടാണ്. കഴിഞ്ഞെല്ലാം തന്നെ തോനിട്ടുണ്ട്. കഴിഞ്ഞെല്ലാം തന്നെ കുറേ മീൻ കിട്ടിയിട്ട് അതൊക്കെ കിണറ്റിലിട്ട് കിണർ നിറച്ചു ഇപ്പം മീനാണ്. അപ്പോൾ കിട്ടരുത് എന്നാണ് ഇന്ത്യയിൽ. പിന്നെ മീൻ പിടിക്കാൻ വന്നാണല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ ഇന്നവും മിണ്ടാണ്ടിരിക്കുകയാണ്. കിട്ടുമോ? അവിടെ വെള്ളം അവിടെ നല്ല ചാണകമുള്ളതും കൊണ്ടായിരിക്കും നല്ല മീൻ വരിക. നല്ല ചുമക്കുണ്ടല്ലോ. ചൂണ്ട ശരിയില്ലായിട്ടാണ് ഇനി മീൻ കിട്ടാത്തത്. ചൂണ്ട ശരിയില്ലേ? ഇതെന്തേത്താണ് തുരുട്ടി തേക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. മൈദയും പിന്നെന്താ ഇത്? മൈദയും മഞ്ഞപ്പൊടിയും കൂടി കുഴച്ചതാട്ടത്. വെള്ളോ? പച്ചവെള്ളമാണോ ചൂടുവെള്ളമാണോ? മീൻ കിട്ടുമോ? കിട്ടലുണ്ടോ? നല്ല ഇതായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ പുല്ല് കണ്ടിട്ട് നല്ല ഭംഗിയില്ലേ, നല്ല രസമല്ലേ. മുടിയേ അവിടെ എന്തെങ്കിലും എഴുന്നുണ്ടാവൂ. വാ അമ്മച്ചി പേടിയാ. വാ ഇതൊക്കെ പുല്ലിലേക്ക് പോയല്ലേ. ഞാൻ പോവുക. വെറുതെ മീൻ പിടിക്കുക. മോനൂസേ ഇതൊക്കെ ഇവിടെയൊക്കെ പുല്ലിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടേ നമ്മൾ കാണേല പൊന്നെ. വാ നമുക്ക് അവിടെ ഇടാം. അതവിടെ നല്ല സുഖമാണ്. ഒന്നിനെ കിട്ടിയാലേ പോവുള്ളൂ. അങ്ങനെയൊക്കെ പറയും, പക്ഷെ നമ്മൾ വേഗം പോവും. കിട്ടൂലാന്ന് തോന്നുന്നു. ആടെ ഒരു പശു ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് സഭ്യത്താൽ തന്നെ പശുവാണ്. അല്ലെങ്കിൽ ആരോ വരുന്നുണ്ട്. കിച്ചൺ തോന്നുന്നു. പൊന്നേ അതല്ലേ ഞാൻ പറഞ്ഞേ അവിടെ പോകാന്ന്. അപ്പം എനിക്ക് പറ്റൂല. ഇവിടെ ഇറങ്ങുമ്പോൾ കയറുമ്പോൾ സൂക്ഷിക്കണേ. കണ്ണാരം പൊത്തി പൊത്തി കളിച്ചു നല്ല വിറകൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ സഭ്യതാത്തൻ്റെ വിറകായിട്ട്. അതാ നമ്മളെ സഭ്യതാത്തന്നെ. ഇവിടെ നിറച്ച് സാധനം ഉണ്ടാവും. ഇവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളോ ഉണ്ട്. ഇതിൽ മീൻ ഉണ്ടാകുമോ? ഞാൻ പിടിച്ചു നോക്കട്ടെ. എനിക്ക് അത്ര അറിയൂല. ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. ഒന്നഞ്ഞ് വീഡിയോ എടുത്തേനി. ഞാൻ പിടിച്ചു നോക്കാം. അതിലേക്ക് വീണോണ്ടേ ഞങ്ങൾ എടുക്കാനാവില്ല. തമ്പത്ത് നിൽക്കല്ലേ, പേടിയാന്ന് മച്ചിക്ക്. ഓരോരോ കളി കളിച്ചാണ്. തല കടിക്കുക.
നമ്മൾ മെല്ലെ അവിടെ താത്തി വെച്ചിരിക്കണം കേട്ടോ. പായലിൻ്റെ ഉള്ളിൽ കിട്ടൂലെന്ന് അറിയില്ല, നോക്കിക്കാണ്. കിട്ടി പോയാൽ പോയി. ഇവിടെ നല്ലോണം തത്ത ഉണ്ട് കേട്ടോ. തത്ത തവളയൊക്കെ രാത്രി ഭയങ്കര കരിച്ചിലായിരിക്കും. തവളയൊക്കെ മഴ പെയ്യുമ്പോൾ തവള ഇടുന്നോ കരിയുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നു. നിങ്ങൾ പോവുക തന്നെ. ആ കല്ലിൻ്റെ ഇടയിലൊക്കെ എന്തോ ഉണ്ടെങ്കിലോ. ഇവിടെ നിന്ന് എന്തോന്ന് ഇളകി അങ്ങോട്ട്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇളകി. ഞാൻ പറഞ്ഞ സ്ഥലമില്ലേ അവിടെ, അത് നല്ല സ്ഥലമാണ്. അവിടെ മീൻ ഉണ്ടാവും ഉറപ്പാണ്. എവിടെയാ നല്ല ഇളകി എവിടെയാ? ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ, ഇനി എനിക്ക് തരുമോ? വീഡിയോ ഇനി എടുത്തോ, ഞാൻ വെള്ള സാധനം ഉണ്ടാകും നമ്മളെടുത്ത് കൂടിയ സാധനം. വിട്ട് വന്നെടുക്ക്, അല്ലെങ്കിൽ വീണോ. അങ്ങോട്ടടിക്കുന്നു വായിൽ പിടിക്കും. അങ്ങോട്ട് വീഡിയോ കിട്ടിയോ? അതായത് ഇവിടെ ഒരു പശുക്കുട്ടിയുണ്ട്. പശുക്കുട്ടി ഇവിടെ നല്ലൊരു പശുക്കുട്ടി ഉണ്ട്. കുറച്ചൊരു കയറ് കുട്ടിക്കല്ലോ വേണ്ടി. നല്ലൊരു പശുക്കുട്ടി കുത്തില്ല, കാലോട് അടിക്കാൻ പിടിച്ചു. ചൂണ്ടടാ വന്നപ്പോ നമ്മളോട് ചവിട്ടാൻ വേണ്ടി വന്നു. നല്ല അടിയിട്ടു. എന്ത് സാധനം നമുക്ക് മക്കളെ വീട് പണിയാകെ അടിക്കല്ലേ. നല്ല ഉറപ്പുണ്ടാവും. പിന്നെ വിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കുക, എന്നാലേ വീഡിയോ നന്നാവുള്ളൂ. വിട്ടിട്ട് നിൽക്ക്, കട്ട് ചെയ്തെടുക്കുക, എന്നാലേ അത് കുറേ വലിയ മീനാ മക്കളെ. ഓ പടഞ്ഞ് കളിക്കുന്നുണ്ട്. 150 എടുത്തില്ല, 160 ബ്ലൈൻഡൊക്കെയാണ്. കോയും താറാവൊക്കെ. ഇവിടെ പശു ഉണ്ട്. ഇവിടെ മീൻ ഇരിക്കുന്ന സാധനം.